കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 32-ാമത്തെ മെസ്സേജിൻ്റെ 3-ാമത്തെ പാർട്ടാണ് വായിക്കുന്നത്. ഏറെ താമസിക്കാതെ എൻ്റെ സഭയിലെ വൈദികർ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതിൻ്റെ അർത്ഥം അവർക്കെൻ്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ്. തങ്ങളുടെ രാജ്യങ്ങളിൽ പാപത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായിത്തീരും. ക്രിസ്ത്യാനികൾ അത്തരം നിയമങ്ങളെ എതിർക്കുന്നത് കുറ്റകരമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശരീരത്തിലെ രോഗം സമൂഹത്തെയാകെ കാർന്നു തിന്നുമ്പോൾ അനേകർ കൊല്ലപ്പെടും. എന്നാൽ കഠിന ദുഃഖത്തിൻ്റെയും അനേകം മരണങ്ങളുടെ ഒടുവിൽ അവശേഷിക്കുന്ന ജനം രോഗപ്രതിരോധ ശേഷി നേടിയവരായിരിക്കും. അനവധി ദേശങ്ങളിൽ പാപം ജഡത്തിൻ്റെ രോഗങ്ങൾക്ക് കാരണമാകും. മനുഷ്യൻ്റെ ദുഷ്ടത ഹേതുവായി അനേകർ ദുരിതത്തിൽ മരിക്കും. ദൈവത്തോടുള്ള സ്നേഹം കാരണം മരണത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു അവശിഷ്ട ഭാഗം രൂപപ്പെടുന്നതുവരെ ഈ ശുദ്ധീകരണം തുടർന്നുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനികൾ പലതരത്തിലും കഠിനമായി സഹിക്കേണ്ടി വരും. അവരിൽ നിന്ന് വിശ്വാസം എടുത്തുമാറ്റപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് ഒരു മ്ലേച്ഛത ദൃശ്യമാവുകയും ചെയ്യും. പിന്നെ അവർക്ക് അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. താൻ ഭക്തനായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എതിർക്രിസ്തു പ്രസ്താവിക്കുന്നത് തന്നെ. ലോകത്തോടുള്ള തൻ്റെ പ്രഭാഷണങ്ങളിൽ അവൻ ബൈബിളിൽ നിന്നുള്ള അനേകം കാര്യങ്ങൾ ഉദ്ധരിക്കും. അപ്പോൾ നിരന്തരമായ പീഡനം മൂലം ക്ഷീണിതരായി കഴിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ പൊടുന്നനെ ആശ്വാസം കണ്ടെത്തും. ഇതാ അവസാനം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. അവൻ്റെ വായിൽ നിന്ന് മധുരവും ആശ്വാസദായകവുമായ അനേകം വചനങ്ങൾ പുറപ്പെടും. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനെ പോലെ തന്നെ കാണപ്പെടും. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ തിരുത്തുന്നവനായി അവൻ പ്രത്യക്ഷപ്പെടും. ക്രിസ്ത്യാനികളും അതിൽ തന്നെ റോമൻ കത്തോലിക്കരും തന്നെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെക്കുറിച്ച്, അതായത് അവരുടെ ഇടയിലുണ്ടാകേണ്ട തൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് അവൻ ശ്രദ്ധാപൂർവം നിർദ്ദേശങ്ങൾ നൽകും. അവരാണല്ലോ അവൻ്റെ മുഖ്യ ലക്ഷ്യം.